അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബില്ലല്ലാഹ്. പുണ്യ റബീഇന് നാം വിട നൽകുകയാണ്. എന്തൊരു സന്തോഷമായിരുന്നു, ആഹ്ലാദമായിരുന്നു. ഒപ്പം ജനകോടികൾ ഹബീബ് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ പ്രകീർത്തനങ്ങൾ ആലപിച്ചപ്പോൾ അതിൽ നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞു കുട്ടികൾ പോലും ലക്ഷക്കണക്കിന് കുരുന്നുകളുടെ അധരങ്ങളിൽ നിന്ന്, ചുണ്ടുകളിൽ നിന്ന് ഒഴുകിയെത്തിയ കീർത്തനങ്ങളും മദഹുകളും പാട്ടുകളും പ്രഭാഷണങ്ങളും, ഒപ്പം എത്ര കോടിക്കണക്കിന് സ്വലാത്തുകൾ, ഇതെല്ലാം സമർപ്പിച്ചു. ഇനി നാം അടുത്ത റബീഇനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ യാത്രയപ്പ് വേളയിൽ റബീഇന് വിട നൽകുമ്പോൾ ഒരു തീരുമാനം നാം ഒക്കെ എടുത്തില്ലേ? ആ മുത്ത് ഹബീബിലേക്ക് ഞങ്ങളിതാ കൂടുതൽ അടുത്തിരിക്കുന്നു. അവിടുത്തെ ദർശനങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. അവിടുത്തെ ചര്യകൾ പ്രാവർത്തികമാക്കുന്നതിൽ ഏറെ ശുഷ്കാന്തി പ്രകടിപ്പിക്കാൻ ഞങ്ങളുടെ മനസ്സുകൾ അതിന് പാകപ്പെട്ടിരിക്കുന്നു. ഇതൊരു നിഫാഖ്, കാപട്യമാകരുതല്ലോ. ഒരു സ്വഹാബി കരഞ്ഞു ദുഃഖിതനായി വഴിവക്കിലിരുന്ന ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹത്തെ കണ്ട അനുജനൻ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുജന്മാരിൽ ഒരാൾ അദ്ദേഹത്തെയും കൊണ്ട് പ്രവാചക സന്നിധിയിലെത്തുകയാണ്. അതേ ഹംദലത്ത് റളിയല്ലാഹു അൻഹു, എന്താണ് അങ്ങയുടെ ദുഃഖം? പ്രവാചകരെ, ഈ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങളുടെ മനസ്സുകൾക്കൊക്കെ വല്ലാത്ത ഈമാൻ, വിശ്വാസത്തിൻ്റെ ആധിക്യം. ഇവിടെ നിന്ന് അങ്ങ് പോയി കഴിയുമ്പോൾ അതിന് നേരിയ കുറവ് വരുന്നുണ്ടോ? ഇതാണ് എൻ്റെ ആശങ്ക. അതുകൊണ്ട് ഞാൻ സ്വയം കപടനായിരിക്കുന്നു എന്നൊരു തോന്നൽ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആ പ്രിയപ്പെട്ട അനുയായിയെ സമാശ്വസിപ്പിക്കുകയാണ്. ആ എൻ്റെ സന്നിധിയിൽ ഉണ്ടാകുമ്പോൾ ഉള്ള ആ വിശ്വാസം, ഇനി അതിന് നേരിയൊരു മാറ്റങ്ങൾ ഇവിടെ നിന്ന് പിരിയുമ്പോൾ ഉണ്ടായാലും അതിൽ വിഷമിക്കേണ്ടതില്ല എന്ന ഒരു പ്രവാചകൻ്റെ തിരുവചനവും നമുക്കവിടെ ശ്രദ്ധേയമാണ്. എന്നാൽ ഇതിലെ പാഠം ആ സ്വഹാബിയുടെ ആത്മകഥ, ദുഃഖം അല്ല, എൻ്റെ ഈമാനിന് എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടോ? ഈ റബീഇന് നാം വിട പറയുമ്പോൾ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മനസ്സിനോട് നാം ഒന്ന് ചോദിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയത്തെ നാം ഒന്ന് അളന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വിശ്വാസ ആചാര നടപടിക്രമങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നത് നാം എപ്പോഴും ഇങ്ങനെ വളരെ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് ഒരു റിപ്പോർട്ട് കാണാം. സിനു അംഫുസക്കും ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്ന നാൾ വരുന്നുണ്ടല്ലോ, അതിനു മുമ്പ് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നിങ്ങളൊന്ന് അളന്ന് തൂക്കി നോക്കുക. നിങ്ങളൊന്ന് വിചാരണയ്ക്ക് വിധേയമാക്കുക. വതസയ്യനു ലിൽ അർളിൽ അക്ബർ, അതെ, നന്മ തിന്മകളൊക്കെ പ്രത്യക്ഷമാക്കുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വലിയ വേള വരുന്നുണ്ടല്ലോ, അതിലേക്ക് തയ്യാറാക്കുക എന്നത്. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അവർ ദൈനംദിനം എന്നോണം അല്ല, നിമിഷങ്ങൾ എന്നോണം അങ്ങനെ ഒരു ചോദ്യത്തിലാണ്. അപ്പോൾ നാം എന്തു വേണം? മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചത്തിൻ്റെ വെളിച്ചമാണ്, പ്രപഞ്ചത്തിൻ്റെ ഇരുട്ട് നീക്കിയ മഹാവ്യക്തിത്വമാണ്. ഇത് തിരിച്ചറിഞ്ഞ നാം ആ വെളിച്ചം പരത്തിയത് നല്ല നടപടിക്രമങ്ങളിലൂടെയാണ്. അപ്പോൾ അവിടുത്തെ സുന്നത്തിലേക്ക് അടുത്തു വരാൻ വിശ്വാസികൾ, പ്രവാചക പ്രേമികൾ വാക്കുകളിലല്ല, കർമ്മങ്ങളിലൂടെ എന്തു വേണം? അത് ജീവിതത്തിൽ സ്വാംശീകരിച്ചെടുത്ത് നിലനിർത്തുന്നതിൽ വിജയിക്കണം എന്നതാണ്. ഹസൻ റളിയല്ലാഹു അൻഹു നിന്ന് കാണാം, ലാ യസ്ലഹു ഖൗലുൻ ഇല്ലാ ബി അമലിൻ, കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ അമലുണ്ടാകണം. അമലോടുകൂടിയുള്ള സംസാരം, അതാണ് ഉത്തമം. വലാ യസ്ലഹു ഖൗലുൻ വലാ അമലുൻ ഇല്ലാ ബിന്നയ്യ, ഇനി കുറച്ച് സംസാരവും കുറച്ച് കർമ്മങ്ങളും അതുകൊണ്ടും കാര്യമില്ല, ഇല്ലാ ബിന്നയ്യത്തി, നെയ്യത്തില്ലെങ്കിൽ, നല്ല ചിന്തയും മനസ്സിൻ്റെ അടിപ്പാടുകളിൽ നിന്നുള്ള ആത്മാർത്ഥതയും അതിലൊരു ഇഖ്ലാസും ഉണ്ടാകണം. എന്നാലോ വലാ യസ്ലഹു ഖൗലുൻ വലാ അമലുൻ വലാ നെയ്യത്തുൻ,
കൗലും അമലും നെയ്യത്തും ഒക്കെ ഉണ്ടായി, പക്ഷെ അതുകൊണ്ടും സമ്പൂർണ്ണമാകുന്നില്ല. ഇല്ലാ ബി സുന്നത്തി, സുന്നത്ത് കൊണ്ടല്ലാതെ. അപ്പോൾ സുന്നത്തിൻ്റെ പരിപൂർണതയിലാണ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആചാരങ്ങളിലൂടെ, നടപടിക്രമങ്ങളിലൂടെ, ജീവിത മാതൃകയിലൂടെയാണ് നെയ്യത്തും നന്നാക്കുക, അമലും നന്നാക്കുക, കൗല് സംസാരവും നന്നാക്കുക. ഈ രീതിയിലേക്ക് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ പരിവർത്തന വിധേയമാകേണ്ടിയിരിക്കുന്നു. നമുക്ക് സുപരിചിതമാണ് ഹദീസ്. കാലഘട്ടം വളരെ മോശമാണ്. ഉമ്മത്തികൾ പ്രവാചകൻ്റെ അനുയായികൾ തന്നെ, പക്ഷേ തിന്മകളോട് ആഭിമുഖ്യം അധികരിച്ചു വരും. ആ സമയത്ത് അൽ മുത്തമസ്സിക്കു ബിസുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി ലഹു അജ്റുമി അതി ഷഹീദ്. ആ ഘട്ടങ്ങളിലൊക്കെ ഉമ്മത്തികൾക്ക് ഭൗതികതയോട് ആധിക്യം വർദ്ധിച്ച് നാശം വർദ്ധിക്കുമ്പോൾ അവിടെ സുന്നത്തിന് മുറുകെ പിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പ്രകടിപ്പിക്കുന്ന വിശ്വാസി, അവനക്ക് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്നല്ലേ ഹദീസിലൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള വാക്തത്വങ്ങൾ. അപ്പോൾ പ്രവാചക അധ്യാപനങ്ങളെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുത്തുനബിയിലേക്ക് അടുക്കണം എന്നതാണ്. റബീഉൽ അവ്വൽ കഴിഞ്ഞാലും ഇതര മാസങ്ങളിലുമൊക്കെ ഇനി അടുത്ത റബീഉൽ അവ്വൽ വരാൻ ആഘോഷത്തിന് മാത്രമായി കാത്തിക്കേണ്ടതില്ല. ആഘോഷത്തിൻ്റെ പ്രതിഫലനം ജീവിതത്തിൽ കാണണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായൊരു ഉപദേശം സ്വഹാബത്ത് നൽകുന്നതായി അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. സ്വഹാബത്തിനെ അംഗീകരിക്കണം, അവരെ ബഹുമാനിക്കണം. ഈ കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലഘട്ടം, പിന്നീട് തൊട്ടടുത്ത കാലഘട്ടവും വളരെ നല്ല കാലഘട്ടം എന്നൊക്കെ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശത്തിൽ കാണാം. പിന്നീട് നബിതങ്ങൾ പറഞ്ഞു, തുമ്മേജിയും ഇതിനൊക്കെ ശേഷം കർണൂൻ്റെ ഒരു കാലഘട്ടം വരും. യുളീഊന സലവാത്ത്, അവർക്ക് നിസ്കാരം അത്ര താല്പര്യമില്ല. വെത്തബിഊന ഷഹ്വാത്ത്, അവരുടെ മനസ്സുകളും ശരീരവും എന്താണോ ആഗ്രഹിക്കുന്നത് അത് എന്തായാലും അതിനെ അനുധാവനം ചെയ്യുന്ന, പിൻപറ്റുന്ന ഒരു സാഹചര്യം വരും. വയദഊന മാ അമർത്തുഹും ബിഹി, ഞാൻ കൽപ്പിച്ചതൊക്കെ ആ കാലഘട്ടത്തിൽ ആളുകൾ ഒഴിവാക്കും. എന്നിട്ട് വയത്തൂന മാ നഹീതു അൻഹു, ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. അതേപോലെ തന്നെ അവർ ചെയ്യുന്ന ഹദീസ് ദീർഘമാണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ അത് വലിയ പെരുമയോടെ കാണുന്നു. സത്യം ചെയ്യുന്നു, സത്യത്തിൽ നിന്നും വിശ്വാസമില്ല. വെത്തഹദ്ദസൂൻ വ്യക്തിപൂൻ, സംസാരിച്ചാൽ കളവാണ്. വെഖൂലൻ മാല ഫഅലൂൻ, ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ ഒരു സാഹചര്യത്തെ, വരാനിരിക്കുന്ന ഒരു സന്ദർഭത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോക്കിക്കൊണ്ട് പറയുന്നത് കാണാം. പ്രവാചകൻ ആ സംസാരം അവസാനത്തിലേക്ക് കൊണ്ടുവരാ തഖൂമു സ്സാഅതു ഇല്ലാ അലാ ശിറാരി നാസ്, നാശകാരികളായ ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉള്ളപ്പോഴായിരിക്കും ഖിയാമം സംഭവിക്കുക. ഈ സമയത്തൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൽസമു അസുന്നത്ത വൽ ജമാഅ, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത്, അതെ മുൻഗാമികൾ സംഘടിച്ചെന്ന മാർഗത്തിലേക്കും എൻ്റെ സുന്നത്തിനെയും മുറുകെ പിടിക്കണം. വയ്യാക്കും മുഹദസാത്തിൽ ഉമൂർ, പുതിയ പുതിയ തെളിവുകളില്ലാത്ത, നാശമുള്ള, ദീനില്ലാത്ത കാര്യങ്ങളൊക്കെ വരുന്നതിനെ വളരെ ഗൗരവത്തോടെ കാണണം. ഹബീബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. മുത്തനബി ഇതിന് സമാനമായ ധാരാളം ഉപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് അബൂ സഈദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, മന്നക്കല തയ്യിബ, നല്ലത് മാത്രം ഒരാൾ ഭക്ഷിച്ചു, വഅമില ബിസുന്നത്തി, സുന്നത്തനുസരിച്ചുകൊണ്ട് അവൻ കർമ്മങ്ങൾ ചെയ്തു, വഅമിനന്നാസു ബവായിഖ, ജനങ്ങൾ അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സുരക്ഷിതമായി, അത്തരം ആളുകൾ ദഖലൽ ജന്ന, അവർക്ക് പോകാനുള്ളത് സ്വർഗമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്ക് അടുക്കുക എന്ന് പറയുമ്പോൾ നിസ്കാരമുണ്ടാകണം, സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം, കഴിയുന്നതും സുബഹിയുടെ മുമ്പൊക്കെ തന്നെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം, മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ ഉറൂസ് നടക്കുകയാണല്ലോ. മുമ്പ് ഞാൻ ഇതിൽ തന്നെ സംവദിച്ചിട്ടുണ്ട്. ട്രെയിനിൽ ളുഹാ നിസ്കരിക്കാൻ വേണ്ടി, ആ സുന്നത്ത് ചെയ്യാൻ വേണ്ടി വുളൂ ചെയ്യാൻ പോയ ഒരു കാര്യവും തൻ്റെ പരിചാരകൻ തങ്ങളുപ്പാപ്പ ഇപ്പോൾ ളുഹറായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ വുളൂ എന്നൊക്കെ ചോദിച്ചു. അതെ, ട്രെയിനിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും ഞാൻ പതിവാക്കിയ സുന്നത്ത് കൈയൊഴിക്കില്ല എന്ന് പറഞ്ഞ ആ ചിന്ത ആണ്ടുവേളയായതുകൊണ്ട് അവസരം സൂചിപ്പിച്ചു.
എന്നാൽ നാം പറഞ്ഞത് ഈ സുന്നത്തുകളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞല്ലോ, ജനങ്ങൾ ബവാഇഖഹു, ഒരാളുടെ ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട്, അവനിൽ നിന്നുള്ള ദുരിതത്തിൽ നിന്ന്, അവനുണ്ടാക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് മറ്റുള്ളവർ സുരക്ഷിതമാകണം. അപ്പോൾ ഒരു കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥനിൽ നിന്ന് കുടുംബത്തിലുള്ളവർക്ക് ആശ്വാസം, സന്തോഷം, ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, അവർക്കൊക്കെ നന്മയാണ് വേണ്ടത്. അവരുടെ അവകാശങ്ങൾ വകവെച്ച് കിട്ടണം. അയൽവക്കങ്ങൾക്ക് ഇവരിൽ നിന്ന് സുരക്ഷയുണ്ടാകണം. നാട്ടിലുള്ളവർക്ക് സുരക്ഷയുണ്ടാകണം. സാമൂഹ്യ വിപത്തുകൾക്ക് ഒരിക്കലും അവസരമുണ്ടാക്കാൻ പാടില്ല. നന്മയുടെ സംസാരങ്ങൾ സംസാരിക്കുക, നല്ല പ്രവർത്തികൾ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടുതൽ ഗുണങ്ങൾ ചെയ്യാൻ വേണ്ടി, സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി, സാന്ത്വനമേകാൻ വേണ്ടി ശ്രമങ്ങൾ ഉണ്ടാകണം. അങ്ങനെ നാട്ടിലും രാജ്യത്തും കുടുംബത്തിലും അയൽവക്കത്തിലും അനർത്ഥങ്ങൾ ഉണ്ടാക്കാതെ, ആശങ്കകൾക്ക് വഴികൾ സൃഷ്ടിക്കാതെ എല്ലാവർക്കും സുരക്ഷയൊരുക്കി, എല്ലാവർക്കും ആശ്വാസം പകർന്ന്, എല്ലാവർക്കും സുരക്ഷിത ബോധം ഉണ്ടാകുന്ന അവസ്ഥയിൽ സ്വയം കാര്യങ്ങൾ നിയന്ത്രിച്ച് ക്രമീകരിച്ച് ആ രീതിയിൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്ന ഒരു നല്ല പ്രവാചക പ്രേമി, പ്രവാചകൻ്റെ യഥാർത്ഥ അനുയായിയായി തീരുവാനുള്ള ശ്രമം, ആ ശ്രമം ഞങ്ങൾ ഒരു കാരണവശാലും കൈയൊഴിക്കില്ല, പിന്നോട്ട് പോകില്ല എന്ന അടിയുറച്ച വിശ്വാസവും ധീരമായ പ്രതിജ്ഞയുമാണ് ഈ റബീഉൽ അവ്വലിന് മംഗളമേകുമ്പോൾ, വിട പറയുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയാന്തരത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങൾ, സ്നേഹിതർ ഉൾപ്പെടുവാനും നാളെ സ്വർഗത്തിൽ ആ മുത്തു ഹബീബിനോടൊത്ത് സംഗമിക്കുവാനും നമുക്കും നമുക്ക് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.